നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഹിന്ദു വിശ്വാസപ്രകാരം നാളികേരത്തിന് പൂജാതി കർമ്മങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ വിഘ്നങ്ങൾ നീക്കാൻ ശുഭകാര്യങ്ങൾക്കും ഒക്കെ മുന്നോടിയായി നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത് പതിവാണല്ലേ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടും ദോഷങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ തേങ്ങ ഉടയ്ക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ, അതായത് കോടതിയിലൊക്കെ കേസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ നാളികേരം വെച്ച് ഒരു ചെറിയൊരു പൂജയൊക്കെ നടത്തി ഇതിന് മുകളിൽ ഒരു ചുവന്ന പൂ കൂടി വയ്ക്കുക. ഇത് നമ്മൾ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പൂ കയ്യിൽ വയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന മൂലം വിജയിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ എപ്പോഴും പറയുന്നുണ്ട് കണ്ണ് കെട്ടുക കരിങ്കണ്ണ് എന്നൊക്കെ അല്ലേ. അതുപോലെ കണ്ണ് കെട്ടിയാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിനൊക്കെ മാറുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച തേങ്ങ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് കണ്ണു കെട്ടിയ വ്യക്തിയുടെ ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്യുക. പിന്നീട് ഈ തേങ്ങ ഹനുമാന്റെ വിഗ്രഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണെങ്കിൽ കരിങ്കണ്ണയ്ക്ക് മാറുന്നതായിരിക്കും. അടുത്തത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം തടസ്സം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യുക. രാത്രി മുഴുവൻ ഒരു നാളികേരം കിടക്കുന്നതിന് സമീപത്തായി വയ്ക്കുക. രാവിലെ ഇത് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതിൻ്റെയോടൊപ്പം തന്നെ മറ്റുള്ള വസ്തുക്കളോ പൂക്കളോ ഫലങ്ങളോ മറ്റും ചേർത്ത് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വേഗത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് 8 ചൊവ്വാഴ്ചകളിൽ തേങ്ങ കൊണ്ടുപോയി ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാന് പൂജിച്ച് കുങ്കുമം കൊണ്ട് തേങ്ങയിൽ സ്വിസ്തിക് ചിഹ്നം വരയ്ക്കുക. പിന്നീട് ഈ തേങ്ങ കയ്യിൽ വെച്ച് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ എല്ലാം മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ നഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ചൊവ്വാഴ്ച തേങ്ങയുടെ ഒരു കഷ്ണം മഞ്ഞത്തുണിയിൽ പൊതിഞ്ഞ് കൂടെ ഏതെങ്കിലും മഞ്ഞ നിറത്തിലുള്ള മധുരവുമായി ഏതെങ്കിലും വിഷ്ണുക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പോയി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ നഷ്ടം മാറി നിങ്ങൾക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവുന്നതായിരിക്കും. കുടുംബത്തിനും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കർമ്മമാണ് ഒരു തേങ്ങ ഏതെങ്കിലും പുണ്യതീർത്ഥത്തിലോ തീർത്ഥക്കുളത്തിലോ താഴ്ത്തുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് കുടുംബത്തിന് വേണ്ടി ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും ഭാഗ്യമുണ്ടാകുന്നു. നമ്മുടെ വീടുകളിലേക്ക് ദാരിദ്ര്യം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തേങ്ങ വെച്ചിട്ടുള്ള ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ദാരിദ്ര്യം നീക്കാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കയ്യിൽ ഒരു തേങ്ങ വെച്ച് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ഇത് പിന്നീട് ലോക്കറിൽ വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം നീങ്ങി സമ്പത്ത് വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ: ഒരു തേങ്ങ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ചുവന്ന പൂക്കളും കർപ്പൂരത്തിനുമൊപ്പം ദുർഗാദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക. ഇങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിരിക്കും. ദിവസം ഇതിനു മുന്നിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ശനിയാഴ്ചകളിലും ഒരു തേങ്ങ പുണ്യജലത്തിൽ ഒഴുക്കി വിടുക. ഇങ്ങനെ 7 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ശനിദോഷത്തിന് പരിഹാരമാകുമെന്നാണ് വിശ്വാസം. കാളസർപ്പ ദോഷം നീങ്ങാൻ ഉണങ്ങിയ തേങ്ങയും വസ്ത്രങ്ങളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ കാളസർപ്പ ദോഷം മാറി നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുന്നതായിരിക്കും. 3 കണ്ണുള്ള തേങ്ങ ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം തേങ്ങയുടെ മുമ്പിൽ നിന്നും ദീപാവലി ദിവസം പ്രാർത്ഥിച്ചാൽ പണത്തിന് മുട്ടുണ്ടാവില്ലെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ഇത്തരം തേങ്ങയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് സുഗമമായ പ്രസവത്തിന് വഴിയൊരുക്കുമെന്നും പറയുന്നുണ്ട്. ശനിയാഴ്ച ദിവസം ഇത്തരം നാളികേരം ഒരു ലോഹപാത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു.
നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ തേങ്ങ കൊണ്ട് മുട്ടറയ്ക്കാറുണ്ട്. ശത്രുദോഷത്തിനും തൊഴിൽ തടസ്സത്തിനും എല്ലാത്തിനും നമ്മൾ ക്ഷേത്രത്തിൽ തേങ്ങ കൊണ്ട് മുട്ടറയ്ക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ദോഷം മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ദോഷങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.